ഇൻഷുറൻസ് മേഖലയുടെ പരിരക്ഷ കൂടി ചില ആശുപത്രിയിൽ വരുന്ന പശ്ചാത്തലത്തിൽ അവരെ ഉപയോഗപ്പെടുത്താൻ സാധാരണക്കാർ പോലും നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം. പക്ഷെ ആ സാഹചര്യത്തെ മുതലെടുക്കുന്ന വിധത്തിലാണ് പല സ്വകാര്യ ആശുപത്രികളും മാനേജ്മെന്റും ശ്രമിക്കുന്നത്. സേവനത്തിനപ്പുറത്തേക്ക് ലാഭം കൊയ്യാനുള്ള ഒരു വ്യവസായം പോലെ കണക്കാക്കിക്കൊണ്ട് കോർപ്പറേറ്റ് കമ്പനികളും കണ്ണൂരിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെതിരെയുള്ള വലിയൊരു ക്യാമ്പയിനിലേക്ക് പോകണം എന്നാണ് പാർട്ടി ചർച്ച ചെയ്തത്. അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ആ പ്രമേയം അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് സർക്കാർ മറ്റു കാര്യങ്ങൾ ആലോചിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ഏറെ പ്രതീക്ഷയോടെയാണ് സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ സമ്മേളനങ്ങൾ കഴിയുമ്പോഴും പാർട്ടി പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാർട്ടിക്കും വർഗ ബഹുജന സംഘടനകൾക്കും ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സാധാരണ ജനങ്ങളിൽ നിന്നും ഏറെ സ്വീകാര്യത ഉണ്ടാകുന്നു. വ്യത്യസ്ത പാർട്ടികളിൽപ്പെട്ട ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിക്കാൻ പ്രവർത്തിക്കാൻ മുന്നോട്ട് വരുന്ന എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുക എന്നുള്ളതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയവും സംഘടനാ രീതിയും അംഗീകരിക്കുന്നവരെ സംഘടനാപരമായി ചർച്ച ചെയ്തുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നവരെ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയാണ് പാർട്ടി പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പുതിയ പാർട്ടി ബ്രാഞ്ചുകൾ ഉണ്ടാകുന്നു. പുതിയ മേഖലകളിലേക്ക് പാർട്ടി പ്രവർത്തനം ഇടപെട്ടു വരുന്നുണ്ട്. സാധാരണ ജനങ്ങളുടെ പിന്തുണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനത്തിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സഹകർക്ക് അത് ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കണ്ണൂർ ജില്ലയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എവിടെ പോയിരുന്നാലും കണ്ണൂരിലെ അക്രമത്തെക്കുറിച്ചും അസമാധാനത്തെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ കേൾക്കുക പതിവായി. ഇപ്പോൾ ഏറെക്കുറെ അതിന് അറുതി വന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അത്തരത്തിൽ അക്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ള പാർട്ടികൾ തന്നെ അതിൽ നിന്ന് പുറകോട്ട് പോയ പശ്ചാത്തലത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. ഏത് സന്ദർഭങ്ങളിലും ഏത് ഭാഗത്തു നിന്നും അക്രമമോ കൊലപാതകങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴും കണ്ണൂരിലെ CPI അതിനെ അപലപിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാറ്. CPI എന്നും സമാധാനത്തിന് വേണ്ടിയും ജനങ്ങൾക്കൊപ്പവും വികസനത്തിന് വേണ്ടിയും നിന്ന പാർട്ടി എന്നുള്ളത് ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്. ആ അർത്ഥത്തിൽ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. എത്ര പാർട്ടി മെമ്പർഷിപ്പ് വർഗബഹുജന സംഘടനകളുമായി ബന്ധപ്പെട്ട് എത്ര പേരുടെ പിന്തുണ എന്നുള്ളതിലേക്ക് അപ്പുറത്ത് നമ്മുടെ നയങ്ങളും സമീപനങ്ങളും പ്രവർത്തന ശൈലിയും ജനങ്ങൾക്കും സമൂഹത്തിനും സ്വീകാര്യമായ വിധത്തിൽ ആ വീക്ഷണത്തോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള വരാൻ വേണ്ടി പോവുകയാണ് മത്സരങ്ങളും അതിൻ്റെ നടപടി ക്രമങ്ങളും അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറെ മുന്നോട്ട് പോകാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നും മുന്നിലാണ്. ആ മുന്നണിയിലെ ഒരു ഘടക പാർട്ടി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ കോർപ്പറേഷനും ഗ്രാമപഞ്ചായത്തും ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം പ്രാതിനിധ്യം നിർവഹിച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിത്വം ഉൾപ്പെടെ വഹിച്ചുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ കക്ഷി രാഷ്ട്രത്തിനപ്പുറത്തേക്ക് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് പാർട്ടി പ്രതിനിധികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPI കുറെ കൂടി മുന്നോട്ട് പോകാൻ കഴിയും, LDFന് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പൊതുവെ ഇത്രയും കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യം
സ്വകാര്യ ആശുപത്രി സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത്, ഞങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ രീതികളിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികൾ OP ടിക്കറ്റ് മുതൽ അതിൽ വ്യത്യാസം കാണാം. ഒരേ ഡോക്ടർ തന്നെ ഒരു ഹോസ്പിറ്റലിൽ വാങ്ങുന്ന ഫീസല്ല ഈ ജില്ലയിൽ തന്നെ മറ്റൊരു ആശുപത്രിയിൽ പോയാൽ വാങ്ങും. അതുപോലെ തന്നെ ആധുനിക മെഷീനറികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ടെസ്റ്റുകൾക്കും വ്യത്യസ്ത രീതിയിലുള്ള ഫീസുകൾ ഈടാക്കും. അതുപോലെ ഓരോ രോഗത്തിനും നിർണയത്തിനും അതിൻ്റെ ചികിത്സാ ഫീസും സർജറിയും വ്യത്യസ്ത മേഖലകളിൽ താങ്ങാൻ കഴിയാത്ത വിധം ഈടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആശുപത്രിയുടെ കപ്പാസിറ്റി അനുസരിച്ച് ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സേവനം കണക്കാക്കിക്കൊണ്ട് ഒരു മാനദണ്ഡം നിശ്ചയിച്ചുകൊണ്ട് സ്വകാര്യ ആശുപത്രികളെ കാറ്റഗറി ബേസ് തിരിച്ചുകൊണ്ട് സർക്കാർ തന്നെ ആ അർത്ഥത്തിൽ ഫീസും അതുപോലുള്ള സംവിധാനങ്ങളും ഈടാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജില്ലാ സമ്മേളനത്തിലും മന്ത്രിമാർക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഗവർണർ റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നാണ്. ഒരു അടിസ്ഥാന വർഗത്തിൽ നിന്ന് ആ താല്പര്യത്തിന് വിട്ടൊരു മധ്യവർഗ താല്പര്യത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെ കടക്കുന്നതാണ് ഗവർണർ റിപ്പോർട്ട് ഉൾപ്പെടെ പരാമർശം കാണുന്നത്. ആ രീതിയിലേക്കുള്ള നയവ്യതിയാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മന്ത്രിമാരിൽ മധ്യവർഗ താല്പര്യത്തിൽ പോയോ? ഞങ്ങൾ ഭരണത്തിലുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മാത്രമല്ല, എല്ലാ കാലത്തും ആര് ഭരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾ ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടും പൊതു പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാറ്. ഞങ്ങൾ വിമർശനങ്ങളുണ്ട്, അത് സ്വയം വിമർശനപരമായും പരിശോധിക്കപ്പെടാറുണ്ട്. തിരുത്തപ്പെടേണ്ടുന്ന കാര്യങ്ങൾ തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള അഭിപ്രായ സ്വരൂപണം കൂടിയാണ് ജനാധിപത്യ രീതിയിലുള്ള വിമർശനങ്ങളും ചർച്ചകളും സമ്മേളനങ്ങളും നടത്താറുള്ളത്. ആ അർത്ഥത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. പാർട്ടിക്ക് അകത്ത് നടക്കുന്ന ചർച്ച പാർട്ടി സംവിധാനത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഭരണത്തിൽ പങ്കാളിയായ പാർട്ടി എന്നുള്ള നിലയിൽ ആ പ്രവർത്തനത്തിൽ പോരായ്മയുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുന്നതിന് വേണ്ടിയുമൊക്കെയാണ്. അകത്തും പുറത്തും നടക്കുന്ന ചർച്ചകളും ചില മാധ്യമങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നതൊക്കെ വ്യത്യസ്തമാണ്. സ്വാഭാവികമായും കേരളത്തിലെ ഗവൺമെന്റ് UDF ഗവൺമെന്റിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. ആ ഗവൺമെന്റ് ഈ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരിടതുപക്ഷ ഗവൺമെന്റ് എന്നുള്ള നിലയിൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഗവൺമെന്റ് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ്. അത് ബോധപൂർവം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലുകൾ അക്കാര്യത്തിലുണ്ട്, സമീപനങ്ങളുണ്ട് എന്ന് നമ്മുടെ മുന്നിൽ വ്യക്തമായ ഒരുപാട് ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കേരളത്തിൽ പ്രളയവും അതുപോലെ മറ്റ് ദുരിതവും ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലകളിൽ നിന്നുൾപ്പെടെ 700 കോടിയോളം രൂപ സഹായം ഉണ്ടായിട്ടുണ്ട്. അഭ്യർത്ഥന വന്നിട്ടോ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള അനുമതി കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചത് നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് അതുപോലെ ചില ദുരിതങ്ങൾ, പ്രയാസങ്ങൾ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ഉണ്ടായപ്പോൾ അവർക്കത് വാങ്ങുന്നതിന് തടസ്സം കേന്ദ്ര ഗവൺമെന്റ് നിന്നില്ല എന്നുള്ളത് രാഷ്ട്രീയ ലാഭത്തോടുകൂടിയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സമീപനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ കേരളത്തിലെ ഗവൺമെന്റിന് അവരെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയും ജനവിരുദ്ധ ഗവൺമെന്റാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം BJP UDF ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതല്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണം നിർത്തി കാണിക്കാൻ കഴിയും. അതുകൊണ്ടാണ് LDFന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ ഗവൺമെന്റ് തുടർ ഭരണവും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഇനിയും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് പറയുന്നത് UDFിൽ നിന്ന് വ്യത്യസ്തം തന്നെയാണ് LDF. കേരളത്തിലെ പൊതുമേഖലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ടു. UDF കാലത്ത് പല സ്കൂളുകളും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചപ്പെട്ടപ്പോൾ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുകയും ചെയ്യുന്ന അനുഭവമുണ്ടായി. ആരോഗ്യ മേഖലയിലായിരുന്നാലും വിലക്കയറ്റം പിടിച്ച് തടയുന്നതിനായാലും ഒക്കെ UDFന്റെ കാലത്ത് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കുറച്ച്
പോരായ്മകളുണ്ട്, തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള വിമർശനങ്ങൾ ഈ അടുത്ത കാലത്തും കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം തന്നെ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലപാടുകൾ പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം. ആ രീതിയിൽ ഗവൺമെന്റിനെ ധരിപ്പിക്കാനും പാർട്ടിയുടെ മന്ത്രിമാർ ആ നിലയിൽ പ്രവർത്തനം മുന്നോട്ട് വെക്കാനുമുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു. ഒന്നിത് CPIയുടെ ഗവൺമെന്റല്ല, CPMന്റെ ഗവൺമെന്റുമല്ല, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന 11ഓളം പാർട്ടികളുടെ പിന്തുണയുള്ള ഒരു സർക്കാർ. ഒരു പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വ്യത്യസ്ത പാർട്ടികൾക്കുള്ള അഭിപ്രായത്തിനനുസരിച്ച് ഓരോ പാർട്ടിയുടെയും താല്പര്യത്തിനനുസരിച്ച് ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഒരു സമവായത്തിന്റെയും കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ അതിലുപരിയായി കേരളത്തിലെ ജനകീയ താല്പര്യം സംരക്ഷിച്ച് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിലപാടുകളാണ് ഒരു ഭരണാധികാരികൾ സ്വീകരിക്കേണ്ടത്, ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. അത് ഈ ഗവൺമെന്റ് ആ കാര്യം നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ദേശീയ തലത്തിലേക്ക് വന്നാലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ പ്രതിപക്ഷ ഐക്യത്തിനുള്ള ഒരു പാർട്ടി രേഖ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ എത്തി നടത്തിയ പ്രസ്താവന ഉൾപ്പെടെ ഒരു പശ്ചാത്തലമുണ്ട്. എന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സിസ്റ്റത്തിന് എങ്ങനെയാണ്? ഞങ്ങളത് BJPക്ക് ബദലായി ഒരു മതേതര ജനാധിപത്യ ഇടതുപക്ഷ സംവിധാനം കൂട്ടായ്മ ഉണ്ടാവണം. BJP അധികാരത്തിൽ നിന്നും 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പോടുകൂടി പുറന്തള്ളാൻ കഴിയണം എന്നുള്ളത് CPIയുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ഇടതുപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ മതേതര ജനാധിപത്യ പാർട്ടികളിലുമൊക്കെ അത്തരമൊരു ചർച്ച ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ മുന്നണി അത്തരത്തിലൊരു മുന്നണി അർത്ഥത്തിലല്ലെങ്കിലും ഒരു കൂട്ടായ്മ, ഒരു ബദൽ ഉണ്ടാവുകയുണ്ടായി. ആ സന്ദർഭത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ BJP സംഘപരിവാർ ശക്തികളുടെ ആപത്തിനെയാണ് പ്രധാനമായും നോക്കിക്കാണുന്നതെങ്കിൽ അതാണ് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനയും വെല്ലുവിളിയായി വരുന്നത് എന്ന് കണക്കാക്കിയിരുന്നെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു മത്സരം ഉണ്ടാവാൻ പാടില്ലാതായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഒരു മത്സരത്തിന് വരാൻ പാടില്ലാതായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് വ്യക്തമാക്കിയതാണ്. ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന നേതാവ്, പ്രധാന പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം തീർച്ചയായും അത് ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ BJPയെ സംഘപരിവാറിനെ ശക്തമായി എതിർക്കപ്പെടണമെന്ന അത്തരം സംസ്ഥാനങ്ങളിൽ, മണ്ഡലങ്ങളിലായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത് എന്ന് തന്നെയാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്. അന്നും ഇന്നും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അല്ല, ഒന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ കാഴ്ചപ്പാടും വീക്ഷണങ്ങളുണ്ട്. ആ പ്രസ്താവനയുടെ കാഴ്ചപ്പാടിൻ്റെ സാഹചര്യം എന്തുകൊണ്ടെന്നറിയില്ല. ചിലപ്പോൾ കേരളത്തിൽ വന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ. കേരളത്തിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല എന്ന് വരാം. ജോയിന്റ് കൗൺസിലിന്റെ ചില ഇടപെടലുകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം അതിൽ അത് മാത്രമല്ല ഇന്ത്യയിലെ ഉന്നത നേതാവ് സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയിൽ ന്യായീകരിച്ചുകൊണ്ട് അത് ഇതുമായി ബന്ധപ്പെട്ട് ജോയിന്റ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ അതുമാത്രമല്ല പല വോയിസ് സന്ദേശങ്ങളും വന്നിട്ടുണ്ട്. പണിപ്പുറത്ത് അതുമായി ബന്ധപ്പെട്ട് ആളുകൾ മിഷൻ ജോയിന്റ് കൗൺസിലിൽ CPIയോട് അനുഭാവമുള്ള ആളുകൾ കണ്ടേക്കാം. ജോയിന്റ് കൗൺസിലിന്റെ അംഗങ്ങളെല്ലാം CPIയുമായി രാഷ്ട്രീയ ബന്ധമുള്ളവരല്ല. അതെല്ലാ സർവീസ് സംഘടനകളും പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ADMന്റെ
മരണത്തെ തുടർന്ന് CPIയുടെ ജില്ലയിലെ നിലപാട് CPI വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം എന്നും CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ തന്നെ CPIക്ക് പറയാനുള്ള കാഴ്ചപ്പാട് CPI അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെത്രയോ മാസങ്ങൾ കഴിഞ്ഞ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു നേതാവ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ നിലപാട് തന്നെയാണ് അന്നും ഇന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ജില്ലാ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം. ജോയിന്റ് കൗൺസിലിന്റെ പേരിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണത്തെക്കുറിച്ച് ആ സംഘടനയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇല്ലാത്ത ഒരു ആരോപണത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമോ അത്തരം കാര്യമില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം CPI പരാമർശിക്കാതിരുന്നു. CPI യാത്രയപ്പ് സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിനു ശേഷം ആത്മഹത്യയും നവീൻ ബാബു സന്തോഷ് CPI ജില്ലാ സെക്രട്ടറിയെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്തി. CPIയുടെ ജില്ലാ സെക്രട്ടറിയെ അതിനുശേഷം ബന്ധപ്പെട്ടിട്ടില്ല. അതിന് മുൻപ് നവീൻ ബാബുവായി ഇത്തരം പെട്രോൾ പമ്പിന്റെ എന്തെങ്കിലും ആവശ്യത്തിന് CPI സന്തോഷ് ഏരിയയെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ അതാരായിരുന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളായിരുന്നു, അത് ഭരണത്തിലുണ്ടായാലും ഇല്ലെങ്കിലും ജനകീയ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ സമീപിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, പ്രവർത്തകർ, ഉദ്യോഗസ്ഥന്മാർ വിളിക്കുക സാധാരണമാണ്. ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ വന്ന് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. അത് ആ സന്ദർഭത്തിൽ വ്യക്തമാക്കപ്പെട്ടതാണ്. അതേ രീതിയിൽ തന്നെയാണല്ലോ പറയുന്ന പെട്രോൾ പമ്പിനുമായി ഇടപെട്ടത്. അപ്പോ മറ്റ് ആൾക്കാരൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ CPIയുടെ ചില നേതാക്കൾ തന്നെ പറഞ്ഞ പോലെ CPI അനാവശ്യമായി ADM-നെതിരെ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു എന്ന രീതിയിൽ പറയുന്നതിൽ പിന്നെ യുക്തിയില്ലല്ലോ. PP ദിവ്യ അനാവശ്യമായി സമ്മർദ്ദം ചെലുത്തിയൊന്നും ഒരു CPIയുടെ നേതാവും പറഞ്ഞതായി അറിയില്ല. റവന്യൂ മന്ത്രി K. രാജൻ ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് തന്നെ കലക്ടറുടെ മൊഴിയൊക്കെ പുറത്തു വന്നു. കുറ്റവാളിയുടെ ഭാഗമായ മൊഴിയാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം കലക്ടറുടെ ചേംബറിലേക്ക് ADM വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ വന്ന സമയത്ത് ആ ഫയലിനകത്ത് ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കലക്ടറോട് പറഞ്ഞു. വീണ്ടും ഡോറിനടുത്തേക്ക് തിരിച്ചുപോയി അവിടെ നിന്ന് മടങ്ങി വന്നതിന് ശേഷം അവരുടെ കൈവശം ഒരു റെക്കോർഡിംഗ് ഉണ്ട് എന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞു. കളക്ടർ ആശ്വസിപ്പിച്ച് നവീൻ ബാബു ചേംബറിൽ നിന്ന് മടങ്ങി. ഈ കാര്യം അന്ന് തന്നെ റവന്യൂ മന്ത്രി K. രാജനെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് കലക്ടറുടെ മൊഴിയിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ തൊട്ടടുത്ത ദിവസം ആത്മഹത്യക്ക് ശേഷം റവന്യൂ മന്ത്രി K. രാജൻ നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ പറയുന്നത് അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല, അതിന് ഞാൻ കേട്ടിട്ടില്ല, ഞാനിപ്പോൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്, ആ രീതിയിൽ അതിന്റെ വിശദാംശങ്ങളൊന്നും കൂടുതൽ എനിക്ക് അറിയില്ല, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്തായാലും സംഭവിച്ചത് ദൗർഭാഗ്യം, ആ രീതിയിലാണ് പ്രതികരണം നടത്തുന്നത്. എന്തുകൊണ്ടാണ് അറിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ അറിയാത്ത രീതിയിൽ റവന്യൂ മന്ത്രി K. രാജന്റെ ഒരു പ്രതികരണമായി അന്നേ ദിവസം സംഭവം വരുന്നത്? ഒന്ന് അറിഞ്ഞോ അറിയില്ലേ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അത് അന്വേഷണത്തിൽ നിൽക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടു പോകുന്ന കാര്യമാണ്. കേരളത്തിന്റെ റവന്യൂ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാം കേട്ടാണ്. അതിന് ഇവിടെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കോടതിന്റെ പരിഗണനയിലുള്ള ഒരു വിഷയമല്ലേ അത് കോടതിയെ കൊടുക്കുന്ന ഒരു 161 മൊഴിയാണ്. ആ മൊഴിനെ കോടതി പരിശോധിക്കാൻ നല്ലതാ. അത് റവന്യൂ മന്ത്രിയുടെ മൊഴി എടുത്തിട്ടില്ല അതിൻ്റെ അകത്ത്. ഇല്ല, അല്ലല്ല, അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയേണ്ടതല്ലേ. നമ്മളിപ്പോ എങ്ങനെ പറയാൻ പറ്റും? അതെ, അത് കളക്ടർക്കല്ലേ പറയാൻ കഴിയൂ. കളക്ടർ കൊടുത്തൊരു മൊഴിയല്ലേ, അതെങ്ങനെ നമുക്ക് പറയാൻ കഴിയാ? അതെ, അതെ അതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരെ മൊഴിയെടുക്കണം, അങ്ങനെയാണെങ്കിൽ അവരെ മൊഴിയെടുക്കണം. അതാ ചെയ്യേണ്ടത്. അന്വേഷണത്തിൽ വിശകുണ്ടെന്നല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തെല്ലാം ചെയ്യണമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ. CPIക്ക് അങ്ങനെ നിശ്ചയിക്കാൻ കഴിയാ? അതെ, ഈ പറയുന്ന വകുപ്പിന് കീഴിൽ CPIയുടെ വകുപ്പാണ് റവന്യൂ വകുപ്പ്, അതിന് കീഴിൽ തന്നെയാണ് ADM വരുന്നത്. അപ്പൊ ആ ADM-ന്റെ ആത്മഹത്യ ഈ വിഷയത്തിലൊക്കെ ഇടപെട്ട ഒരു സംഘടന എന്ന രീതിയിൽ അതിനകത്ത് പൊതു അഭിപ്രായം ഉണ്ടാവട്ടെ. മന്ത്രി രാജന്റെ ഭാഗമായിട്ടുള്ള മൊഴി കൂടി ഉൾപ്പെടുത്തതായിരുന്നു. ആ പൊതു അഭിപ്രായത്തിന് അഭിപ്രായം പറയേണ്ട ഉത്തരവാദിത്വം
റവന്യൂ മന്ത്രിക്കും ബന്ധപ്പെട്ട ആളുകൾക്കും. ഒരു കണ്ണൂർ ജില്ലയിലെ ഒരു വിഷയം വന്നത് CPI ജില്ലാ സെക്രട്ടറി നിലപാട് ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലയിൽ ആ സംഭവം ഉണ്ടായതിന് തുടർന്ന് CPIയുടെ ജില്ലാ കൗൺസിൽ ഒരു പത്രക്കുറിപ്പ് അത് എല്ലാ മാധ്യമങ്ങൾക്കും നൽകിയിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ എന്താണ് CPIയുടെ നിലപാട് എന്ന് ബോധ്യം. ഇത് അതിനെ തുടർന്നുണ്ടായ മൊഴിയും ചർച്ചകളും കോടതിയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവും കാര്യമാണ്. അത് ആ നിലയിൽ കൈകാര്യം ചെയ്യപ്പെട്ട് പോകേണ്ടുന്ന കാര്യം. അത് ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കണം. അല്ല, അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം. അതിൻ്റെ അത് CPIക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ അന്വേഷിക്കണം എന്ന്. അങ്ങനെ അഭിപ്രായം പറയേണ്ടെന്ന ഉത്തരവാദിത്വം ഈ ജില്ലയിലെ CPIക്ക് ഇപ്പോഴില്ല. അത് ബന്ധപ്പെട്ട മന്ത്രിയോ ഉത്തരവാദിത്തമുള്ളവരോ പറയട്ടെ. അവർ വകുപ്പ് പരിശോധിക്കും. പരിശോധിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം വകുപ്പ് മന്ത്രി പറയാം. അല്ല, കോടതി പരിശോധിക്കട്ടു. കോടതിന്റെ പരിഗണനയല്ലേ. അതെ, ജില്ലാ കളക്ടർ ഒരു കളവായിട്ടുള്ള മൊഴി കൊടുത്തതാണ് എന്ന് പറയണം CPIയെ സംരക്ഷിക്കാൻ. അല്ലെങ്കിൽ റവന്യൂ മന്ത്രി തലേ ദിവസം തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ചു എന്ന് പറയണം. ഈ മൊഴികളുടെയും പുറത്തു വന്ന ഡോക്യുമെന്റിന്റെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഈ രണ്ടും പറയാൻ പറ്റുന്ന കാലം CPIയും മന്ത്രിയും കളക്ടറും CPIയും ഒക്കെ പ്രതിസ്ഥാനത്താണ്. അതെങ്ങനെയും വ്യാഖ്യാനിക്കുക. അതേക്കുറിച്ച് CPIക്ക് ആശങ്കയില്ല. CPI ഈ സംഭവം ഉണ്ടായ അന്ന് നിലപാട് വ്യക്തമാക്കിയത് ഈ റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ റവന്യൂ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷനായി ഈ ഒരു അന്വേഷണം. ആ അന്വേഷണത്തിന്റെ ഭാഗമായി 536 പേജുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടു. വിവരാവകാശ രേഖ പ്രകാരം അതിനകത്ത് ഒരേ ഒരു ഭാഗം, ആ ഭാഗം മാത്രമേ ഉൾപ്പെടുന്നില്ല. അത് കളക്ടറുടെ ഈ പറഞ്ഞ ചേമ്പകത്തിൽ പറഞ്ഞുള്ള ഭാഗം മാത്രം ഉൾപ്പെടുത്തുന്നത്, ബാക്കി മാത്രമാണ് പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒളിച്ചുകളി CPIക്ക് അല്ലെങ്കിൽ അവരുടെ വകുപ്പ് നിയന്ത്രിച്ച റവന്യൂ വകുപ്പിന് ഇതിന് എന്തെങ്കിലും ഒരു ഉത്തരം പറയിക്കാൻ ശ്രമിച്ചാൽ അത് പറയേണ്ട ഉത്തരവാദിത്വം ഇല്ല. നിങ്ങളെ ഭാവനയിലുള്ള കാര്യം നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് അതിൽ ആശ്വസിക്കാം. അത്രേ ഇതിലുള്ളൂ. കോടതി മുമ്പാകെയുള്ള ഒരു കേസുമായി അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പാകെയുള്ള കാര്യങ്ങളെ കുറിച്ച് ബന്ധപ്പെട്ടവർ പറയട്ടെ. ആയിക്കോട്ടെ. അന്വേഷിച്ച് വകുപ്പിൽ പുറത്തേക്ക് വിട്ട ഡോക്യുമെന്റ് ആണ്. അല്ലാതെ നമ്മളെ എവിടെ നിന്നെങ്കിലും ഭാവന സൃഷ്ടിയിൽ പറയുന്നതല്ല. അത് ആദ്യം തന്നെ മനസ്സിലാക്കണം. അതായത് 536 പേജ് അല്ല, നമ്മള് റിപ്പോർട്ടിനെ കുറിച്ച് തർക്കമില്ല. അങ്ങനെ ഒരു അഭിപ്രായം ഇവിടുന്ന് പറയണമെന്നുള്ള നിർബന്ധം വേണ്ട. അത് ബന്ധപ്പെട്ട മന്ത്രിയോ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനോ അവര് തെളിയിക്കപ്പെടട്ടെ, പറയട്ടെ. കണ്ണൂരിലെ ADM ആണ് ആത്മഹത്യ ചെയ്തത്. അതെ അതെ. ആ പറയുന്ന സന്തോഷം ഉൾപ്പെടെ ഈ പറയുന്ന മൊഴിയുടെ ഭാഗമാണ്. CPI സന്തോഷിന്റെ പേര് വിവാദ പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തൻ മൊഴിയുടെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി CPI സന്തോഷം CPI ജില്ലാ സെക്രട്ടറിയെ പോലീസ് ഉൾപ്പെടെ വിളിച്ചു വരുത്തിയതുമാണ്. അപ്പൊ ആ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അത്രയും സംഭവത്തിൽ എന്തുകൊണ്ട് CPIക്ക് നിലപാട് പറയാൻ കഴിയുന്നില്ല? അതിന് ബന്ധപ്പെട്ട മന്ത്രി പറയട്ടെ, അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ CPIയുടെ നിലപാട് സംഭവവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും നടക്കുന്ന അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചും മറുപടി പറയണം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഒരു ശ്രമം വേണ്ടതില്ല. അത് ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും കോടതിയും ബന്ധപ്പെട്ട മന്ത്രിയും ഉൾപ്പെടെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ. കുടുംബത്തിന്റെ ആവശ്യം CBI അന്വേഷണം ഉൾപ്പെടെയുള്ള ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നതാണ്. ആ അഭിപ്രായത്തോട് CBI കോടതി പരിഗണിച്ചില്ല അത് വിഷയം. കോടതി അല്ല നമ്മളല്ല കോടതി തീരുമാനം. പത്തനംതിട്ടയിലെ പിന്നെ അല്ലെങ്കിൽ അത്ര നേതൃത്വം അപ്പോ അവരുടെ കുടുംബം തന്നെ പറയുന്നത് CBI അന്വേഷണം പോലെ ഒരു ഉന്നതമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ആ ആവശ്യത്തിനോടൊപ്പം നിൽക്കും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ അന്വേഷിച്ചാൽ മതി എന്നുള്ളതാണോ പിന്നെ CPI അഭിപ്രായം? CPIയുടെ നിലപാട് മുമ്പേ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ മാസവും അങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ടതില്ല. ഈ കുറ്റപത്രം പുറത്തു വന്നിട്ടുണ്ട്. ഈ അന്വേഷണം CPIക്ക് തീർച്ചയുണ്ട്. എന്താണ് ഒന്ന്, ഈ സംഭവത്തെ തുടർന്നുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് CPI അന്ന് ഉന്നയിച്ചിട്ടുള്ള ആവശ്യം. ആ നിലയിൽ ആ കേസും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിയട്ടെ, അതിന്റെ നടപടികൾ വരട്ടെ എന്നുള്ളതാണ്. അത് കുറ്റപത്രം കോടതിന്റെ പരിഗണനയിലുണ്ട്, അത് പരിശോധിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇപ്പം തന്നെ അഭിപ്രായം പറയണം നിർബന്ധമില്ലല്ലോ.
അല്ല അതിനകത്ത് കുറ്റപത്രത്തിലെ ചില മൊഴികള് സാഹചര്യ തെളിവുകളൊക്കെ ഇപ്പൊ പ്രതിഭാഗം കൂടി അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് കിഫ്ബി ദിവ്യ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ സാധൂകരിക്കുന്നതാണെന്നും പഴുതുകൾ ഉള്ളതാണെന്നും അത് പ്രത്യേകിച്ച് കളക്ടറുടെ മാത്രം മൊഴിയല്ല, അതിനകത്തുള്ള മറ്റു മൊഴികളും അങ്ങനെയാണ്. ഈ അന്വേഷണം എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ നവീൻ ബാബുവിനെ കുറ്റക്കാരനാക്കാനുള്ള ഏതെങ്കിലും ഇടപെടൽ നടന്നു എന്ന് കുടുംബം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും കലർപ്പുണ്ടോ? സിപിഐക്ക് അത് എന്തെങ്കിലും നിലപാട് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ടോ? ഡീറ്റെയിൽ ആയിട്ട് കുറ്റപത്രം അല്ല, പരിശോധിച്ചു. ഞങ്ങളത് ഇവിടുത്തെ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളത് പരിശോധിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്നുള്ള നിലയിലുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ നടത്തിയത്. കുടുംബം പത്തനംതിട്ടയിലാണ്. അതുപോലെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വകുപ്പ് മന്ത്രി, വകുപ്പ് തല അന്വേഷണം, കോടതിയുടെ തീരുമാനിക്കപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടിക്രമം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പ്രതിഭാഗ അഭിഭാഷകൻ പറഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ നടത്തിയ അന്വേഷണം പാതി വല്ല അന്വേഷണമാണ്. അതായത് റവന്യൂ വകുപ്പിന്റെ ഒരു അന്വേഷണം അതായത് ഒരു വസ്തുതി പരിശോധിക്കാതെ ഏകപക്ഷീയമായ അന്വേഷണമാണ് റവന്യൂ വകുപ്പിന്റെ ഭാഗമായി നടത്തിയതെന്നാണ് ഈ കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. സ്വാഭാവികമായോ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. എന്തുകൊണ്ടായിരിക്കും പറയുന്നത്? പ്രധാനപ്പെട്ട ഒരു സിപിഐ നേതാവ് പ്രതിഭാഗത്തുള്ളൊരു കേസിലാണ് റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തെ പൂർണ്ണമായി അവർ തള്ളി പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ ഭാഗമായി തന്നെയാണ് സിപിഐ മത്സരിക്കുകയും ആ ഇടതുപക്ഷത്തിൽ സിപിഐ ഉൾപ്പെടെയുള്ളതാണ്. അപ്പൊ ഇടതുപക്ഷത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രശ്നം കൂടിയാണ്. വെറും സിപിഐ മാത്രമല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള പ്രവർത്തകരോ നേതാക്കന്മാരോ തെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാറുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി പോയതുകൊണ്ടോ ആ രീതിയിൽ മാത്രമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ വിധിയോ മറ്റ് പൂർത്തീകരണമോ ആവട്ടെ, ആ സമയത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രശാന്തൻ തങ്ങളെ വന്ന് കണ്ടിരുന്നല്ലോ. അപ്പോൾ തങ്ങളോട് ഇങ്ങനെ ഏരിയനെ കുറിച്ച് ഈ പെട്രോളും അനുമതികളും സംസാരിച്ചു. താങ്കൾ ഏരിയനെ വിളിച്ചു. പ്രശാന്തൻ വന്ന് കണ്ടു എന്ന് മാത്രമല്ല, പല ആളുകളും വന്ന് കാണാറുണ്ട്. CPIയുടെ വകുപ്പല്ലാതെ പോലീസ് സ്റ്റേഷനായിരുന്നാലും ആശുപത്രിയായി ബന്ധപ്പെട്ടാലും ആളുകൾ വരാറുണ്ട്. അത്തരം സന്ദർഭത്തിൽ വിളിക്കാറുണ്ട്. പ്രശാന്തൻ പറഞ്ഞ കാര്യം ADMന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഷയം കാലതാമസം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് മാസങ്ങൾക്ക് മുമ്പാണ്, പ്രാരംഭഘട്ടത്തിലാണ്. അതിനുശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. അത് വ്യക്തമാക്കിയതാണ് ആ സന്ദർഭം. കണ്ണൂരിലെ ഈ പുതിയ കമ്മിറ്റിയൊക്കെ വന്നപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പോ കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ ആവശ്യപ്പെടാനൊക്കെ ആ രീതിയിലുള്ള ഇടപെടൽ CPI ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ സാധാരണ രീതിയിലുള്ള ഒരു പ്രാധാന്യവും പരിഗണനയും മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെടാൻ തയ്യാറാവും കോർപ്പറേഷൻ പാർട്ടിയൊക്കെ. ശക്തി വർദ്ധിപ്പിച്ചു എന്നുള്ളതല്ല, CPI മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ മേഖലകളിലേക്ക് പാർട്ടി പ്രവർത്തനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ആളുകൾ CPIയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി CPIക്ക് അർഹതപ്പെട്ട സീറ്റുകൾ LDF എന്നുള്ള നിലയിൽ തന്നെ മത്സരിക്കാൻ, ആ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമം തുടരും. കോമത്ത് മുരളീധരനെ പോലെയുള്ള CPI എന്ന് പറഞ്ഞ ആൾക്കാർ നോമിനേറ്റ് ചെയ്യാൻ CPIക്ക് മതിയായ രീതിയിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം മനസ്സിലാക്കുന്നത്. അപ്പോ അത്തരം ആൾക്കാരെ കൂടുതൽ പരിഗണന നമുക്ക് കൊടുക്കേണ്ടതല്ലേ എന്നൊരു സംശയം. CPIയിലെ പരിഗണന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പരിഗണന എങ്ങനെ എന്നുള്ളത് ഏറെക്കുറെ ആ പാർട്ടിയെ കുറിച്ചൊക്കെ ധാരണകളുള്ള ആളുകൾക്ക് അറിയും എന്നാണ് തോന്നുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പല പാർട്ടികളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. ആ പാർട്ടിയിലെ വരുന്ന ആളുകൾക്ക് പറ്റാവുന്ന ജോലി, പറ്റാവുന്ന സ്ഥാനം ആ രീതിയിൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് സംഘടനാ പ്രവർത്തനത്തിലേക്ക് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അത് CPIയിൽ മറ്റു പാർട്ടിയിൽ നിന്ന് വന്നാൽ അവർ CPIയുടെ അംഗമോ പ്രവർത്തകരോ ആണ്. പിന്നെ അവിടെ വേർതിരിവില്ല. അപ്പോൾ പറ്റാവുന്ന ജോലി നൽകിക്കൊണ്ട് സംഘടനാ പ്രവർത്തനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വന്നവർ പാർട്ടിയിൽ നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും.
അങ്ങനെ ഒരു വേർതിരിവില്ല. അർഹത അനർഹത എന്നുള്ളതായിട്ട് കമ്മ്യൂണിസ്റ്റ്